Hello friends, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ ഇന്നൊരു സ്പെഷ്യൽ വൈറ്റ് സോസ് പാസ്തയാണ് തയ്യാറാക്കുന്നത്. വൈറ്റ് സോസ് പാസ്ത നിങ്ങൾ എത്ര പേര് ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല, പക്ഷേ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു കപ്പ് പെന്നെ പാസ്തയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് ഒരു കുഞ്ഞു സവാള നല്ല നൈസായി തന്നെ അരിഞ്ഞെടുത്തതാണ്. പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് അത് നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം. ഒരു 4 വെളുത്തുള്ളി അത് നല്ല നൈസായി തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിലേക്ക് വളരെ കുറച്ച് വെജിറ്റബിൾസ് മതി. ഇനി നമുക്ക് പാസ്ത വേവിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. പാസ്ത തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ വെള്ളമെല്ലാം നല്ലപോലെ തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ നമ്മുടെ വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാസ്ത ചേർത്ത് കൊടുക്കാം. പാസ്ത ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ പാസ്തയൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇടയ്ക്കിടയ്ക്കായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പാസ്തയൊക്കെ നല്ല കറക്റ്റ് പാകമായിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. പാസ്തയിലെ വെള്ളമെല്ലാം കളഞ്ഞെടുക്കാനായിട്ട് ഞാനിവിടെ ഹോളുകളുള്ള ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിനു ശേഷം നമുക്ക് 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാനായിട്ട് പാടില്ല. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ ഒലിവ് ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഈ സമയത്തെല്ലാം ലോ ഫ്ലെയിമിലാക്കി വെക്കണം. ഇനി നമുക്ക് വെളുത്തുള്ളി നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ വെളുത്തുള്ളി എല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ക്യാരറ്റും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിന് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നല്ലപോലെ കുക്കാവണമെന്നില്ല, ഒന്ന് വഴന്ന് വന്നാൽ മതി. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ കുറച്ച് ഉണക്കമുളക് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുത്തതാണ്. അത് നമുക്ക് 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് പാസ്തയ്ക്ക് ഞാനിവിടെ 1.5 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ മൈദ നമുക്ക് 1 ടേബിൾ സ്പൂൺ തന്നെ മതി. ഇനി നമുക്കൊരു പാൻ വെച്ച് പാൻ ചൂടായതിനു ശേഷം 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചീസ് ചേർക്കുന്നത് കൊണ്ടാണ് ബട്ടർ ചേർക്കാത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒലിവ് ഓയിലിന് പകരം ബട്ടർ ചേർക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഒലിവ് ഓയിലെല്ലാം ചൂടായിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. മൈദ നമുക്ക് നല്ലപോലെ വഴറ്റിയെടുക്കണം. അതിനായി നമുക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. ഇപ്പോൾ നമ്മുടെ മൈദയൊക്കെ പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ചായി പാല് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ തന്നെ നല്ലപോലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ചായി പാല് ചേർത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ക്രീമി ആയിട്ടുള്ള വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഈ വെജിറ്റബിൾസ് നമ്മുടെ വൈറ്റ് സോസിലിട്ടപ്പോൾ നല്ലൊരു കളറായിട്ടുണ്ട്, കാണാൻ നല്ല ഭംഗിയാണ്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ പാസ്ത ചേർത്ത് കൊടുക്കാം. നമ്മുടെ വൈറ്റ് സോസ് പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വരും. അതുകൊണ്ട് പാസ്ത ഇട്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കാം.
ഇനി ഇതിലേക്ക് ഞാനിവിടെ റോസ്മേരി, ഒറിഗാനോ, ബേസിൽ അത് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഒരു നല്ലൊരു സ്മെല്ലായിട്ട് വന്നിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിങ്ങനെ ചീസ് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പീസൊക്കെ പെട്ടെന്ന് തന്നെ മെൽറ്റായി വരും. ഇനി നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വൈറ്റ് സോസ് പാസ്ത റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോട് കൂടി കഴിക്കുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഈ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള വൈറ്റ് സോസ് പാസ്ത തയ്യാറാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.